ഛത്തീസ്ഗഡിൽ ട്രെയിൻ യാത്രയ്ക്കിടെ ITBP ഉദ്യോഗസ്ഥരുടെ തോക്കുകൾ അടങ്ങിയ ബാഗ് കവർന്നു. രഞ്ജിത്ത് മരകം എന്നയാളെ അറസ്റ്റ് ചെയ്തതായി റെയിൽവേ അറിയിച്ചു. ബൽറാം നെടുങ്ങാടി തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകുക. ബൽറാം, പറയൂ. GK, ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. റെയിൽവേ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ITBP ഉദ്യോഗസ്ഥരുടെ ബാഗാണ് മോഷണം പോയത്. ഇത് സംബന്ധിച്ച് അതീവ ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇക്കാര്യം റെയിൽവേ പോലീസിനെ അറിയിച്ചു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. തുടർന്ന് റെയിൽവേ പോലീസ് ഉടൻ തന്നെ അന്വേഷണം നടത്തുകയായിരുന്നു. എന്നാൽ ഈ ITBP ഉദ്യോഗസ്ഥരുടെ തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങൾ അടങ്ങുന്ന ബാഗാണ് ഇത്തരത്തിൽ മോഷണം പോയത്, കവർച്ച ചെയ്യപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഇത് ആ ഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്നില്ല. തുടർന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നാണ് ഒരു പ്രതിയെ, ഈ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ അറസ്റ്റ് ചെയ്തതായി റെയിൽവേ പോലീസ് പിന്നീട് മണിക്കൂറുകൾക്ക് മുമ്പ് ആണ് സ്ഥിരീകരിച്ചത്. ഈ മോഷണം പോയ ആയുധങ്ങൾ അടക്കമുള്ളവ തിരികെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പണം പൂർണ്ണമായും തിരികെ ലഭിച്ചിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പ്രതിയെ പിടികൂടാനായി എന്നും ഇയാൾ തന്നെയാണ് മോഷണം നടത്തിയത് എന്നും റെയിൽവേ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. സംഭവം അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് എന്ന മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു പ്രദേശത്ത് വെച്ച് ITBP ഉദ്യോഗസ്ഥരുടെ തോക്ക് യാത്രക്കിടെ, ഔദ്യോഗിക തോക്കുകൾ ഒപ്പം തന്നെ മാഗസിനുകളും വെടിയുണ്ടകളും യാത്രക്കിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇത് സംബന്ധിച്ചുള്ള വകുപ്പ് തല അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയാണ്. GK, ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.